ഹായ് ഗൈസ്, അപ്പം എന്താണ് കഴിക്കാൻ പോണേ? തോട ബർഫി അങ്ങനെ എന്ത് സാധനമാണ്? ഡൽഹിയിലെ സ്പെഷ്യൽ ഐറ്റം. ഡൽഹിയിലെ അതിന്റെ വില 510 രൂപ കണ്ടാണ്. അത് നമുക്ക് നോക്കണ്ട, വില നമ്മൾ കഴിച്ചാൽ മതി. സംഭവം ഞാൻ കാണിച്ചു തരാവേ. അതെ, ഇങ്ങനെ ഒരു ബോക്സ് ആണ്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സാധനമാണ്. പക്ഷെ മമ്മി ഇതിൻ്റെ അകത്ത് കയറ്റി വെച്ച സാധനങ്ങള് ഇത് നല്ല സാധനം, ലഡു, മറ്റേ ഇവിടെ കുത്തുമിനാറല്ലോ, അവിടെ പിന്നെ നമ്മുടെ മറ്റേ ഈ പറഞ്ഞ സാധനം അതൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇത് നെയ്യിന്റെ അതിപ്രസരാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റാ. പക്ഷെ ഇത് ഇഷ്ടമായിട്ട് സാധനം, നൈസ് സാധനമാണ്, ഭയങ്കര അടിപൊളിയാ. അപ്പൊ ഇങ്ങനെ 3 സാധനം ഇരിക്കണേ. അപ്പൊ നമ്മള് ഫസ്റ്റ് കാണിച്ചു തരാം. ഞാൻ കഴിക്കണ അത് വേണ്ട, ഞാൻ കഴിച്ചു തരാം. എന്തോന്നടി നല്ല മധുരം ഉണ്ടാവും. 10ല് ഒരു മധുരം ശരിക്കും അറിയാൻ പറ്റും. കുത്തന മധുരമാണ്. 10ല് 6 അത്ര ഉള്ളൂ. ഭയങ്കര മധുരം, അത്ര മധുരം ഒന്നും വേണ്ട തന്നെ. ഇത് ശരിക്കും മറ്റേ തേനും ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന സാധനമാണ്. പക്ഷെ മത്തടിക്കുന്ന പോലെ ഫീല്. അടുത്ത ഇതല്ല, ഇതാണേ കളർ ഇതാട്ടോ. പക്ഷെ ഞാൻ പകുതി തിന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കഴിക്കാൻ ഓക്കെ കേട്ടോ. ഇഷ്ടായേ? 8 എന്നാലും വലിയ ഇഷ്ടപ്പെട്ടല്ല, പിന്നെ പറയാൻ വേണ്ടി. അടുത്ത ഇത് ഇരിക്കുന്നത് നല്ല തണുപ്പ് എടുക്കുമ്പോ തന്നെ നെയ്യുടെ ഇത് എളുപ്പത്തിൽ കിട്ടുന്ന സാധനമല്ലോ. തിന്നിറങ്ങാറൊക്കെ ആവുമ്പോ കോക്കനട്ടിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട്, അത് ഫ്ലേവർ ചെയ്യുന്നുണ്ട്. പിന്നെ കാഷ്യൂ ഇട്ട് കുഴപ്പമില്ല. എനിക്ക് വേണ്ട, നീ കഴിച്ചോ. നാണുണ്ടോ? 3 ഒക്കെ പറയാൻ പറ്റില്ല, ബട്ട് കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടായില്ല കഴിക്കാം. പക്ഷെ ഇഷ്ടമായില്ല കഴിക്കാൻ. പക്ഷെ അത്രേ ഉള്ളൂ, അല്ലാണ്ട് വലിയ ഇങ്ങനെ ജിലേബി ഒക്കെ പോലെ മുഴുവൻ ഫുള്ള് കഴിക്കാൻ പറ്റില്ല. ഇച്ചിരി വെച്ച് എല്ലാം കഴിക്കാം. ഇത് നല്ല സാധനം കേട്ടോ, നമുക്ക് മേടിക്കാം. മധുരം ഇഷ്ടമുള്ളവർക്ക് അടിപൊളിയാ, ഇഷ്ടമല്ലാത്തവർക്ക് ഭയങ്കര ബോറായിരിക്കും കേട്ടോ സാധനം. അപ്പൊ ഓക്കേ, അത് എടുക്കില്ല, നമുക്ക് എടുക്കണം. സമയം ഇല്ല, സമയം ഇപ്പൊ 4:32. ഞാൻ വെളുപ്പിനെ 7 മണിക്കല്ല. പറ്റില്ലേ ചെറുപ്പം മുഴുവൻ തിന്നോ. എന്തോ അതെ ഷൂട്ടായിട്ടില്ലാത്ത സാധനം. വെളുപ്പിന് വന്നാണ്. ഇപ്പൊ ഒരു 7 മണിയല്ലേ. ആ സമയത്ത് വന്ന് കുളിച്ച് റെഡിയായി നല്ല കപ്പയിൽ നിന്ന് കഴിഞ്ഞ മമ്മി പറയാ ഈറസാദയുടെ പെരുന്നാളിന് പോകണമെന്ന്. പിന്നെ അവിടെ പോയി അപ്പവും ബീഫും നെയ്യപ്പവും എടുത്തുകൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അവിടെ നിന്ന് കേട്ട് വരുത്തുന്നവരുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കിടന്നുറങ്ങി. ഒരു കല്യാണം ഉണ്ടായിരുന്നു, കല്യാണത്തിന് പോകാൻ പറ്റില്ല, ക്ഷീണം. ചിലവരുടെ ഉറക്കം നശിപ്പിച്ചു, ചിലവർ കാരണം. അങ്ങനെ പിന്നെ ഉറങ്ങി എണിച്ചു. ചോറും മീൻകറിയും മാങ്ങാച്ചാറും പിന്നെ എന്തുവാ, പിന്നെ മുട്ട വറുത്തത്. അത് ഞാൻ ഉണ്ടാക്കിയ മുട്ട വറുത്തത്. അത് നല്ല ടേസ്റ്റാന്നൊക്കെ ആയിട്ട് പറഞ്ഞേ. ഉപ്പുണ്ടായിരുന്നേ. ഒന്നെങ്കിൽ ആയിട്ട് ഉപ്പ് കൂടൂല, അല്ലെങ്കിൽ ഉപ്പ് നല്ല കുറവ്. അപ്പം ഇങ്ങനെ നിൽക്കുക. അപ്പം നൈസ് സാധനം. പിന്നെ ഫസ്റ്റ് ഡേ ഇത്രയോട് കൂടി ബൈ. അപ്പോൾ ഇപ്പം എൻ്റെ എടുത്ത് എന്താണെന്നറിയോ, ഇപ്പം 1-ാം തീയതി അല്ലേ. ഇപ്പോൾ എൻ്റെ ഫേസ് നോക്കുമല്ലോ. ഇനി നമ്മൾ 10 ദിവസം ഒന്നുമില്ലേ, 8 ദിവസം കഴിയുമ്പോൾ എൻ്റെ ഫേസിൽ എന്തെങ്കിലുമൊക്കെ മാറ്റമുണ്ടോ, വണ്ണം വെച്ചോ, നമ്മൾ നോക്കണം. ബൈ.